നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് സ്തനാർബുദം പോലെയുള്ള രോഗങ്ങൾ ഭേദപ്പെടുത്താനാവാതെ പോകുന്നത്. ഇന്ത്യയിൽ മിക്കവാറും സ്ത്രീകളും രോഗത്തിന്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഘട്ടത്തിലെത്തുമ്പോഴാണ് ചികിത്സ തേടാറുള്ളത്. ആരംഭഘട്ടത്തിൽ തന്നെ രോഗം തിരിച്ചറിയപ്പെടണമെങ്കിൽ രോഗത്തെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടാകണം. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് സ്തനാർബുദത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ BMH ആശുപത്രിയിലെ സർജിക്കൽ ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ വിഷ്ണു സന്തോഷ് മേനോൻ ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഹലോ, ഡോക്ടർ വിഷ്ണു. ഓക്കെ ഡോക്ടർ, ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിത് എത്രയും പെട്ടെന്ന് ചികിത്സ തേടണമെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് നന്നായി തന്നെ അറിയേണ്ടത് ആവശ്യമാണല്ലോ. യെസ് മാഡം, ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദത്തിന്റെ മെയിൻ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് പെയിൻലെസ് ആയിട്ടുള്ള ബ്രസ്റ്റ് അഥവാ സ്ഥാനത്തിൽ ഉണ്ടാവുന്ന മുഴകള്, ബ്രസ്റ്റിന്റെ മുകളിലെ സ്കിന്നിനാണ് ചില ഡിംപ്ലിങ്ങുകൾ, അതേപോലെ തന്നെ നിപ്പിളിൽ ഉണ്ടാവുന്ന ചില റിട്രാക്ഷൻസ്, നിപ്പിളിൽ ചില മാറ്റങ്ങൾ വരുന്നു, അത് റിട്രാക്റ്റഡ് ആവുന്നു, നിപ്പിളിൽ നിന്ന് ബ്ലഡ് ഡിസ്ചാർജ് വരുന്നു. ഇതിന് പുറമെ കക്ഷത്തിലുണ്ടാവാൻ സാധ്യതയുള്ള ചില മുഴകൾ, ഇതൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് പറയുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ പെയിൻലെസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ലംബുകൾ അഥവാ മുഴകൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ ബാധിതരുടെ എണ്ണം കേരളത്തിൽ എത്രത്തോളം കൂടുതലാണ് ഡോക്ടർ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകളിലും ആൻഡ് ഓവറോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ആയിട്ടാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. ഇന്ത്യയിൽ അറൌണ്ട് ഒരു 10 to 15% ക്യാൻസർ ഡെത്തുകളുടെ കോസ് ആയിട്ട് പറയുന്നത് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. പക്ഷേ സെയിം കണക്കുകൾ കേരളത്തിൽ എടുക്കുമ്പോൾ അത് 30% മാറുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കമ്പയർ ടു റെസ്റ്റ് ഓഫ് ഇന്ത്യ, ബ്രസ്റ്റ് ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിലേറ്റഡ് ആയ ഡെത്തുകളും കേരളത്തിൽ ഡെഫിനറ്റ്ലി കൂടുതലാണ്. ഡോക്ടർ, ഈ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് മുൻകൂട്ടി അറിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കൃത്യസമയത്ത് രോഗനിർണയം നടത്തിയാൽ അത് എത്രത്തോളം ഫലപ്രദമാണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇതിലൊരു പ്രധാന ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ആണ്. മാഡം പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിങ് എന്ന രീതിയിൽ ബ്രസ്റ്റ് ക്യാൻസറും ഏതൊരു ക്യാൻസറും നമുക്ക് മുൻകൂട്ടി സ്ക്രീനിങ് വഴി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് അവരെ ചികിത്സിക്കാൻ പറ്റും. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ സ്ക്രീനിങ്ങിനായിട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഇയർലി മാമോഗ്രാം ആണ്. 40 to 80 years കണക്കുള്ള സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ്. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ത്രൂ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഇതേപോലെ തന്നെ ഇതിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ സ്ത്രീകളിൽ നമ്മൾ ഒരു ക്യാൻസർ അവയർനെസ് ത്രൂ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, അവരുടെ സ്വന്തം ബ്രസ്റ്റ് മാസത്തിൽ ഒരിക്കലും എക്സാമിൻ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നത് കൂടി കൊണ്ട് നമുക്ക് ഏർലി സ്റ്റേജിൽ ഒരു പരിധി വരെ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് ആസ്പെക്ട് മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെ തക്കതായിട്ട് ചികിത്സ ഒരു പ്രോപ്പർ ഓങ്കോളജി ടീം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് റൈറ്റ് ട്രീറ്റ്മെന്റ് ത്രൂ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തുടർന്നുള്ള ചികിത്സാ രീതികൾ ഏതൊക്കെയാണ് ഡോക്ടർ? അതിനെപ്പറ്റി കൂടി ഒന്ന് പറയൂ. മാം, ഏതൊരു ക്യാൻസറിന്റെയും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണ് സ്ഥിരീകരണമാണ്. അതിന് പത്തോളജി നമുക്ക് കൺഫർമേഷൻ ആവശ്യമാണ്. സെക്കൻഡ്, അതിനുശേഷം നമ്മൾ ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ അടിസ്ഥാനത്തിൽ മാമോഗ്രാം ചെയ്തിട്ടുണ്ട്, അതേപോലെ ഓങ്കോളജി ഡോക്ടർ രോഗിയെ പരിശോധിച്ച് ഒരു ക്ലിനിക്കൽ സ്റ്റേജ് നമുക്ക് കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ രോഗിക്ക് കൂടുതലായിട്ട് വല്ല പരിശോധനകൾ ആവശ്യമുണ്ടോ, അവർക്ക് CT സ്കാനോ PET CT എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടോ, ഈ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്യൂമർ ബോർഡ് ഫോം ചെയ്ത് നമ്മൾ രോഗിക്ക് വേണ്ട ചികിത്സയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ ഇറ്റ്സ് ഓൾവേസ് എ കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. സർജറി, റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, ചില അവസരങ്ങളിൽ ഇമ്മ്യൂണോതെറാപ്പി, ചില അവസരങ്ങളിൽ ഹോർമോൺ തെറാപ്പി, ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ്. ഈ എല്ലാ ട്രീറ്റ്മെന്റുകളും ചിലപ്പോൾ ഒരേ പേഷ്യന്റിന് ആവശ്യം വേണ്ടി വരിക. അപ്പൊ ഏത് രോഗിക്ക് ഏത് ചികിത്സ വേണമെന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്നതും ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസറും അത് ഏത് സ്റ്റേജിൽപ്പെട്ട ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നും അതേപോലെ തന്നെ ഒരു ട്യൂമർ ബോർഡിന്റെ കൺസെൻസും വെച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം വളരെയധികം കൂടുതലായിട്ട് ഇന്ന് കാണുന്നുണ്ട്. അതിന്റെ ഒരു പിന്നിലൊരു കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിത രീതിയൊക്കെ ഇത്തരത്തിൽ ബാധിക്കുന്നുണ്ടോ? മാം, ബ്രസ്റ്റ് ക്യാൻസർ ഒരു മേജർ റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നത് ഏജ് തന്നെയാണ്. അപ്പോൾ വയസ്സ് കൂടുന്നിടത്തോളം ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് കൂടി വരും. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ ക്യാൻസറിന്റെ പ്രവലൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് മാത്രമല്ല, നമ്മുടെ ജീവിതചര്യയിൽ വരുന്ന മാറ്റങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള വേറെ മാറ്റങ്ങൾ, ഫോർ എക്സാമ്പിൾ എക്സസൈസ് ഇല്ലായ്മ, നമ്മൾ വേണ്ട രീതിയിൽ ഫിസിക്കൽ സ്ട്രെയിൻ എടുക്കുന്നില്ല, ഇതേപോലെ തന്നെ ഫാമിലിയിൽ വരുന്ന ചില മാറ്റങ്ങൾ,
ഡിലേഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ്, ലേറ്റ് ആയിട്ടുള്ള മെനപ്പോസ്, ചില ഫാമിലി ആയിട്ടുള്ള ചില ഹിസ്റ്ററീസ് റിലേറ്റഡ് ടു ബ്രസ്റ്റ് ക്യാൻസർ, ഇതൊക്കെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ ഏജും നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, മാഡം പറഞ്ഞ പോലെ അതുമാണ് മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ ഡോക്ടർ, ഈ അണ്ഡാശയ ക്യാൻസർ സ്ഥിരീകരിക്കാൻ രോഗിയുടെ ഏതൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അണ്ഡാശയ ക്യാൻസർ അഥവാ ഓവറിയുടെ ക്യാൻസർ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് സിംറ്റം ഒരിക്കലും ഓവറിയുടെ ക്യാൻസറിന് ഉണ്ടാവില്ല. ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വയറിന്റെ ഉള്ളിലുള്ള പെൽവിസിലുള്ള ഒരു ഓർഗനിന്റെ ഭാഗമാണ്. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക രോഗികൾ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണമില്ല. വയറ് വീർത്ത് വരിക, അവർക്ക് വയറ് സ്തംഭനം പോലെ തോന്നുക, വയറ് നീര് നിറയുന്ന പോലെ തോന്നുക. ചില രോഗികൾ വെറും മുഴകളായിട്ടും വരാം. അപ്പൊ ഒരു ഡെഫിനറ്റീവ് സിംറ്റംസ് ഇല്ലാത്ത ഒരു അസുഖമാണ് അൺഫോർച്ചുനേറ്റ്ലി ഓവേറിയൻ ക്യാൻസർ. പക്ഷെ ഇങ്ങനെ ഒരു സംശയം ഉള്ള ഒരു എന്തെങ്കിലും നോൺ സ്പെസിഫിക് അബ്ഡോമിനൽ സിംറ്റംസ് ഉള്ള രോഗിയെ നമ്മൾ കൂടുതൽ പരിശോധനകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള പരിശോധന ചെയ്യുമ്പോൾ ഇൻ കേസ് ഓവറിയൻ ക്യാൻസർ നമ്മൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ വേണ്ട ചികിത്സ എടുക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മൾ ഈ ഓവേറിയൻ ക്യാൻസറിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള ക്യാൻസർ നിർണ്ണയിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടോ? അതിനെപ്പറ്റി കൂടി ഒന്ന് പറയൂ. ഓവേറിയൻ ക്യാൻസറിന് ആസ് സച്ച് ഒരു സ്ട്രോങ് എവിഡൻസ് ഇല്ല മെഡിക്കൽ ലിറ്ററേച്ചറിൽ സ്ക്രീനിങ്ങിന്. ക്യാൻസർ ആന്റിജൻ 125 എന്ന ബ്ലഡ് ടെസ്റ്റ്, അതേപോലെ അൾട്രാസൗണ്ട് അബ്ഡോമിനൊക്കെ ചില രോഗികളിൽ നമുക്ക് വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓവറിയൻ ക്യാൻസർ റിസ്ക് കൂടുതൽ ഒരു വ്യക്തിയാണ്, ഫോർ എക്സാമ്പിൾ അവർക്ക് വീട്ടിലാർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വന്നു അല്ലെങ്കിൽ ഓവറിയൻ ക്യാൻസർ വന്നു, അങ്ങനത്തെ രോഗികൾക്ക് വേണമെങ്കിൽ, അങ്ങനത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ഓവറിയൻ ക്യാൻസർ സ്ക്രീനിങ് ഓഫർ ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ജനറൽ പോപ്പുലേഷന് ഓവറിയൻ ക്യാൻസർ സ്ക്രീനിങ് എന്ന രീതിയിൽ ഈ ബ്ലഡ് ടെസ്റ്റുകളോ അൾട്രാസൗണ്ടോ അത്ര യൂസ്ഫുൾ അല്ല എന്നാണ് മെഡിക്കൽ ലിറ്ററേച്ചർ പറയുന്നത്. നമുക്കിത് നേരത്തെ തിരിച്ചറിയാൻ പ്രയാസമുള്ളൊരു അവസ്ഥയാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണ് ഡോക്ടർ? പ്രധാന കാരണം നമ്മൾ നേരത്തെ പരാമർശിച്ച പോലെ തന്നെ ഇതിനൊരു പ്രത്യേകിച്ചൊരു സ്പെസിഫിക് സിംറ്റംസ് ഇല്ലെന്നാണ്. ഒട്ടുമിക്ക രോഗികൾക്കും ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിനോ അല്ലെങ്കിൽ ഒരു ലംബ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. ഇപ്പോ ഒരു പ്രത്യേകിച്ച് രോഗലക്ഷണം ഇല്ലാത്തത് കൊണ്ടും ഒട്ടുമിക്ക അവസരങ്ങളിലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഒരു പ്രസന്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടും നേരത്തെ കണ്ടെത്താൻ പ്രയാസമാണ്. അതുപോലെ തന്നെ സ്ക്രീനിങ് ഓപ്ഷൻസ് ഇല്ലാത്തൊരു ക്യാൻസറും കൂടിയാണ് അൺഫോർച്ചുനേറ്റ്ലി ഓവറിയൻ ക്യാൻസർ. ഡോക്ടർ, ഈ നേരത്തെ കണ്ടെത്തി ഒരു കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ഈ ഒരു അവസ്ഥയുടെ ഒരു രൂക്ഷത നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കും? ഏതൊരു ക്യാൻസറിനെയും പോലെ ഓവറിയൻ ക്യാൻസറിനും നമുക്ക് കൃത്യസമയത്ത് കണ്ടുപിടിച്ച് നമ്മൾ വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ഡയഗ്നോസിസ് വഴി, സ്റ്റേജിങ് വഴി നമ്മൾ ചികിത്സ ഓഫർ ചെയ്യുവാണെങ്കിൽ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് പോസിബിൾ ആണ്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാര്യം രോഗത്തിന്റെ ടൈപ്പ്, ഇത് ഓവറിയൻ ക്യാൻസർ ആണ് സ്ഥിരീകരണം, ഏത് ടൈപ്പ് ഓഫ് ഓവറിയൻ ക്യാൻസർ ആണെന്നുള്ള സ്ഥിരീകരണം, സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ട്യൂമർ ബോർഡ് ഫോം ചെയ്തിട്ട് നമ്മൾ ട്യൂമറിന് ഈ രോഗിക്ക് വേണ്ട ചികിത്സയെ പറ്റി നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. ഇതിൽ സർജറി, അഗൈൻ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇങ്ങനെ പല ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ രോഗിക്കും ചികിത്സ ഏത് വേണമെന്നുള്ളത് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മൾ ഓഫർ ചെയ്യണം. അല്ലാതെ ഒരു രോഗിക്ക് ചെയ്ത പോലെ മറ്റു രോഗിക്ക് അതേപോലെ ചികിത്സ ഓഫർ ചെയ്യുന്നത് പലപ്പോഴും സാധിച്ചോളുന്നില്ല. അപ്പോൾ കേസ് ടു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ കണ്ടത് ചികിത്സിച്ച് കഴിഞ്ഞാൽ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് പോസിബിൾ ആണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനും ഇത്രയും ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.